അസ്സലാമലൈക്കും. ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഒരു 1.5 കിലോ വെയിറ്റ് വരുന്ന 2 ടയർ കേക്കിൻ്റെ ഡിസൈൻ വർക്കാണ്. അപ്പം ഇത് പിസ്ത ഫ്ലേവറാണ്. ഇത് ഞാൻ താഴത്തെ ലെയറിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് 7 ഇഞ്ച് മോൾഡിലാണ് കേട്ടോ. അപ്പം മുകളിലത്തെ ലെയറിൽ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ 5.5 ഇഞ്ചാണെന്ന് തോന്നുന്നു. ആ ഒരു രീതിയിലാണ് 6 ഇഞ്ചിൻ്റെ അടുത്തുള്ള ആ ഒരു മോൾഡിലാണ് ഞാൻ മുകളിലത്തെ തട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് കൊടുക്കുന്നത് പിസ്ത തന്നെയാണ്. അതിനോടൊപ്പം ചോക്കോ ചിപ്സും അതുപോലെ തന്നെ പിസ്തയുടെ ക്രഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തയുടെ എസൻസ് ആഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു ക്രഷിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നട്ട്സും കൂടെ ആഡായിട്ടുണ്ടായിരുന്ന ഒരു ക്രഷാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു ക്രഷിന്. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡാണ് ആദ്യം ചേർക്കുന്നത്. അതിനോടൊപ്പം നമ്മുടെ നട്ട്സും അതുപോലെ തന്നെ ചോക്കോ ചിപ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമറിന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. മോളുടെ ഡ്രസ്സ് വന്നിട്ട് ഒരു യെല്ലോ കളറാണ്. ആ ഒരു രീതിക്ക് ചെയ്ത് തന്നാൽ മതി, ബാക്കി എല്ലാ ഡിസൈനും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ താഴെ മാത്രം ലൈറ്റായിട്ട് ഒരു യെല്ലോ ഷെയ്ഡും മുകളിൽ ബാക്കിയുള്ള ഫുള്ളും വൈറ്റുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സൈഡിലൊക്കെ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സ്ക്രാപ്പർ ഉണ്ടല്ലോ, ആ ഒരു ഡിസൈൻ വരുന്ന ഒരു സ്ക്രാപ്പർ, ഈ ഒരു സ്ക്രാപ്പർ ഇതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുകളിലത്തിലും താഴത്തിലും സെയിമായിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമ്മുടെ അകത്തുള്ള ആ ഒരു കേക്കിൻ്റെ സ്പോഞ്ച് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെയൊക്കെ ഒന്ന് നീറ്റായിട്ടാണ് ഫുള്ളായിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കുന്നത്. ഇനി പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്കും നമ്മൾ കേക്ക് നമ്മൾ സ്റ്റാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് ബട്ടർഫ്ലൈ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ബട്ടർഫ്ലൈയും പോപ്പ് സ്പൂണും പിന്നെ ഫോണ്ടൻറ്റിലാണ് കുഞ്ഞിൻ്റെ നെയിമൊക്കെ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ വിലയേറിയ സമയം കൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ.